മുല്ലപ്പൂക്കളോ സുഗന്ധദ്രവ്യങ്ങളോ ഉപയോഗിക്കാത്ത ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൽക്കാവ് ദേവീക്ഷേത്രത്തിൽ ഗന്ധമുള്ള പൂക്കളോ പൂജാദ്രവ്യങ്ങളോ ഉപയോഗിക്കാറില്ല. കൃഷ്ണസഹോദരിയാണ് ഇവിടത്തെ ദേവി എന്നാണ് വിശ്വാസം. ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമില്ലാത്തതിനാലാണ് ഗന്ധമുള്ള ഒരു വസ്തുവും ഇവിടെ ഉപയോഗിക്കാത്തത്. കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നായ ഇരിങ്ങോൽ കാവ് 52 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നു. ദേവഗണകൾ മരങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപത്തിൽ ദേവിക്ക് കാവലായി നിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം നിർമ്മിച്ചത് പരശുരാമൻ ആണെന്നും 2000 വർഷങ്ങളിലേറെ പഴക്കമുള്ള ചരിത്രം ഉണ്ടെന്നുമാണ് വിശ്വാസം. ദ്വാപരയുഗത്തിൽ അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അശരീരി ഉണ്ടായി. ഇതോടെ ദേവകിയെയും വസുദേവരെയും കംസൻ തടവിലാക്കി. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. കംസൻ പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരിന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരിന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൽ എന്നായി മാറി എന്നാണ് കരുതുന്നത്.